എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ പീരീഡ്സ് ലേറ്റ് ആവുന്നത്. പീരീഡ്സ് നമ്മുടെ ലേറ്റ് ആവാനുള്ള കുറേ കാരണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ റീസൺസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് ഈ ഒരു പീരീഡ്സ് ലേറ്റ് ആവാനുള്ള കാരണം ആദ്യത്തെ നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ പീരീഡ്സ് മിസ്സാവും. അപ്പൊ അത് ഒരു റീസൺ ആണ്. ഇപ്പൊ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ പീരീഡ്സ് മിസ്സായി കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പ്രഗ്നൻസി ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ആദ്യത്തെ ഒരു പ്രഗ്നൻസി സിംറ്റം എന്ന് പറയാനുള്ളത്. അപ്പൊ അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ആണ് നമുക്ക്. ഇനി നമ്മൾ പ്രഗ്നന്റ് ആയി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് മിസ്സാവും. അത് നമുക്ക് ഈ ഒരു മിൽക്ക് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഹോർമോണൽ ചേഞ്ചസുകൾ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവും. അപ്പോൾ ഒരു ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ഒരു 3 മാസം 4 മാസം ഒക്കെ ചിലപ്പോൾ നമുക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും, ചിലപ്പോൾ പീരീഡ്സ് ഉണ്ടാവില്ല. ഒരു 3 months 4 months ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് പീരീഡ്സ് നോർമൽ ആവും. അപ്പൊ ഇതും ഒരു റീസൺ ആണ് നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവുന്നതിന്റെ ഒരു റീസൺ ആണ്. ഇനി സാധാരണയായിട്ട് ഈ പ്രഗ്നൻസിയുടെ അല്ലാതെ തന്നെ നമുക്ക് കുറെ കാരണങ്ങളുണ്ട് നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഒരു റീസൺ പറയാനുള്ളത് നമുക്ക് സ്ട്രെസ് ആണ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പീരീഡ്സ് സാധാരണ പോലെ ചിലപ്പോൾ നോർമലായിട്ട് വരില്ല. നമുക്ക് കുറച്ച് പീരീഡ്സ് ലേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു അവസരത്തിലൊക്കെയാണ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു ഡ്രിങ്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പീരീഡ്സ് ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവാനുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പീരീഡ്സ് ആവാം. അങ്ങനെ ഒരു ഡ്രിങ്കിന്റെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രിങ്കുകളൊന്നും കുടിക്കാനും പാടില്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ടെൻഷൻ ഫ്രീ ആവുക, സ്ട്രെസ് ഫ്രീ ആവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷനോ എന്തെങ്കിലും റിലാക്സേഷൻ മെത്തേഡുകളോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ആദ്യം തന്നെ സ്ട്രെസ് മാറ്റി നിർത്തണം. ഇനി രണ്ടാമത്തെ നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ തീരെ ഒരു എക്സസൈസ് ഇല്ലായ്മ. നമ്മൾ ഇപ്പൊ സാധാരണ ഒരു എക്സസൈസ് ചെയ്യുന്ന ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവര് എക്സസൈസ് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പീരീഡ്സ് അത് എഫക്റ്റ് ചെയ്യും. ഇനി സാധാരണ തീരെ ഒരു എക്സസൈസ് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ പീരീഡ്സ് ലേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ടും നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവാം. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് വെയിറ്റ് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടായി, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പീരീഡ്സ് ചിലപ്പോൾ ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കുറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പീരീഡ്സ് നമുക്ക് ലേറ്റ് ആവും. പിന്നെ നമുക്ക് പീരീഡ്സ് ശരിക്കും മിസ്സാവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ ഷെഡ്യൂൾ മാറുമ്പോഴാണ്. നമുക്ക് ഇപ്പോൾ ഒരു വർക്കിംഗ് പാറ്റേൺ നമുക്കൊരു നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഷെഡ്യൂൾ മാറുമ്പോഴും നമുക്ക് ടൈം മാറുമ്പോഴും നമുക്ക് ചിലപ്പോൾ പീരീഡ്സ് ലേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ സാധാരണ ഇപ്പോൾ ഒരാഴ്ച നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ്, ഒരാഴ്ച നമുക്ക് ഫുള്ളായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അങ്ങനെ ഒരു വേരിയേഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പീരീഡ്സ് ലേറ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പുറത്തൊരു കൺട്രിയിലേക്ക് പോവാണ്, അപ്പൊ ആ ഒരു ടൈം ചേഞ്ച് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ആയാലും നമുക്ക് ചിലപ്പോൾ പീരീഡ്സ് ലേറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നെക്സ്റ്റ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കോസ്, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ പീരീഡ്സ് ലേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് നമുക്ക് ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ അത് ഈ ഒരു പീരീഡ്സ് ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് അതിന്റെ സൈഡ് ഇഫക്ട്സ് കാണിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഒരു PCOD ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ തൈറോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇറഗുലർ ആയിട്ടായിരിക്കും പീരീഡ് ഉണ്ടാവുക. ചിലപ്പോൾ പീരീഡ് ആവില്ല, ചിലപ്പോൾ പീരീഡ് ആവും, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ആവും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു PCODയും തൈറോയിഡും ഉള്ളവർക്കുണ്ട്. അങ്ങനെ നിങ്ങളുടെ പീരീഡ്സ് ഇറഗുലർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചെക്കപ്പ് നടത്തേണ്ടതാണ്.
പിന്നെ പീരീഡ്സ് മിസ്സാവുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെനോപോസ് ആകുമ്പോൾ, അതുപോലെ തന്നെ പെരി മെനോപോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മുൻകൂട്ടി തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു മെനോപോസിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കും. അപ്പൊ അതുകൊണ്ടും നമുക്ക് ഈ ഒരു പീരീഡ്സ് നമുക്ക് മിസ്സാവും. പിന്നെ എടുത്ത് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് പിൽസുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പീരീഡ്സിന്റെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പീരീഡ്സ് നമുക്ക് ചിലപ്പോൾ ലേറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇപ്പൊ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് നമുക്കൊരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 21 to 35 ഡേയ്സ് ആണ്. അപ്പൊ ഈ ഒരു നമുക്ക് ചിലപ്പോ ഒരു 2-3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വൈകി കഴിഞ്ഞാൽ ഇത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിളിന്ന് അബ്നോർമൽ സൈക്കിൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു 21 to 35 ഡേയ്സിനുള്ളിൽ നമുക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ശരിക്കും നമുക്ക് പറയാനുള്ളത് നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. സാധാരണ നമുക്ക് ഈ തൈറോയിഡോ അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ കണ്ടീഷൻ അല്ലാതെ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് കൂട്ടുക, എക്സസൈസ്, അതൊക്കെ നിങ്ങൾ സാധാരണ ഒന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു പീരീഡ്സ് ലേറ്റ് ആവാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ ഡയറ്റിലും അതുപോലെ തന്നെ എക്സസൈസും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് നമുക്ക് നോർമൽ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈറ്റമിൻ സി. നമുക്ക് പീരീഡ്സ് പെട്ടെന്ന് വരാനുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അപ്പൊ വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കൂടുതലായിട്ടും ഫ്രൂട്ട്സിലും കൂടുതലായിട്ട് നമുക്ക് ഈ ഓറഞ്ച്, ലെമൺ ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ പൈനാപ്പിൾ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പൈനാപ്പിളും നമുക്ക് പെട്ടെന്ന് നമുക്ക് പീരീഡ്സ് ആവാനുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. പിന്നെ നമുക്ക് റോ ആയിട്ടുള്ള പപ്പായ ഒന്നല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളും നിങ്ങൾ പൈനാപ്പിളൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പ്രത്യേകിച്ചും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. ഒരു 10 ഡേയ്സോ 15 ഡേയ്സോ എക്സ്ട്രാ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഭയങ്കര ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പീരീഡ്സ് ഓൾറെഡി നമുക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കുറച്ച് മെഡിറ്റേഷൻസും അതുപോലെ തന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് വാട്ടർ ബാത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. അത് നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഏതൊക്കെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. നമുക്ക് പീരീഡ്സ് മിസ്സായി ഒരു 10 ദിവസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, 45 വയസ്സിന് മുന്നേ നിങ്ങൾക്ക് പീരീഡ്സ് മിസ്സായി, അപ്പോൾ ഈ ആ ഒരു സ്റ്റേജിലായാലും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മുടെ പീരീഡ്സ് മിസ്സായിട്ട് ഒരു 3 മാസം നമുക്ക് അടുപ്പിച്ച് നമുക്ക് പീരീഡ്സ് മിസ്സായി, അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡോ അല്ലെങ്കിൽ PCOD അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ലോങ് ആയിട്ട് നമുക്ക് ഈ ഒരു പീരീഡ്സ് മിസ്സാവുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ഇനി നമുക്ക് ഇത്രയും നാളെ പീരീഡ്സ് ആവാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടും ഹെവി ബ്ലീഡിങ് നിർത്താതെ ഫ്ലോ ഒരു 10 ദിവസം 15 ദിവസം അങ്ങനെ നിർത്താതെ ഫ്ലോ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിലായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്കുകൾ ട്രൈ ചെയ്യാം. ഡ്രിങ്കുകൾ വളരെ എഫക്റ്റീവ് ആണ്. കുറെ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഡ്രിങ്കുകളാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്